ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞ പ്രിയ സഹോദരരെ, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഛായയായിട്ട് മാറുവാനും നമ്മെ ക്ഷണിക്കുന്ന തിരുനാൾ കൂടിയാണ് ഈ ക്രിസ്തുമസ്. പരിശുദ്ധ അമ്മ മംഗളവാർത്ത സ്വീകരിക്കുന്ന സമയത്ത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യം നാം ധ്യാനിച്ച് അനുഭവിച്ച് അറിയുന്നു. ഇത് നമ്മളോട് പറയുന്നത് ദൈവം ത്രിയേക ദൈവമാണ് എന്നാണ്. നമ്മുടെ വിശ്വാസ സത്യമാണത്. അത് കുറേ കൂടി ആഴത്തിൽ ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ഈ മംഗളവാർത്തയും ക്രിസ്മസ് കാലവുമൊക്കെ നമ്മളെ സഹായിക്കുന്നു. ദൈവം ത്രിയേക ദൈവമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം ശാശ്വതമായ നിത്യമായ ഒരു ഏകാന്തതയല്ല, മറിച്ച് പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്നേഹത്തിലുള്ള കൂട്ടായ്മയാണ് ദൈവമെന്നാണ്. ദൈവമെന്നാൽ ബന്ധമെന്നാണ്. പരസ്പരം മൂന്ന് വ്യക്തികൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ആഘോഷമാണ് നമ്മുടെ ത്രിയേക ദൈവം. ഇത് നമ്മോട് പറയുന്ന ഒരു സത്യമുണ്ട്. വചനത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് പോലെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ത്രിയേക ദൈവത്തിൻ്റെ ഛായയിൽ കൂട്ടായ്മ ആയിരിക്കുവാനായിട്ടുള്ള സാധ്യതകളോടുകൂടി. നമ്മളുടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത് ദൈവത്തെ പോലെ ബന്ധങ്ങളിലായിരിക്കുമ്പോൾ, കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ്. അതിനായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തെ പോലെ സ്വയം മറന്ന് സ്നേഹിക്കണം. ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു പ്രകടനമാണല്ലോ ക്ഷമ. സ്നേഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് പൊറുതി. അപ്പോൾ ഈ കൂട്ടായ്മയിലൊക്കെ ആയിരിക്കണമെങ്കിൽ സ്നേഹം മാത്രമല്ല, പൊറുതിയും ക്ഷമയുമൊക്കെ വേണം. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കൊന്ന് ഓർത്തെടുക്കാം, ആരോടെങ്കിലുമൊക്കെയുള്ള ബന്ധം ഞാൻ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ടോ? എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കാനായിട്ടുണ്ടോ? അതിനായിട്ട് കുറേ കൂടി സ്നേഹിക്കുവാൻ, കുറേ കൂടി ക്ഷമിക്കുവാൻ, കുറേ കൂടി കരുതൽ കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.